സൈക്കോളജി ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൈക്കോളജി പ്രകാരം ഒരു പെൺകുട്ടി പ്രണയത്തിലാകുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്നാമതായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് നൽകും. അതായത് സൈക്കോളജി പ്രകാരം നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയ ആളുകളെ ബ്രെയിൻ കൂടുതൽ നോട്ടീസ് ചെയ്യും. അതുകൊണ്ട് അവൾ നിന്റെ കൂടെ ചെറിയ മാറ്റങ്ങൾ പോലും അവൾ ശ്രദ്ധിക്കും. രണ്ടാമതായിട്ട് ഡോപാമിൻ ഹോർമോൺ കാരണം നിനക്കൊപ്പം സംസാരിക്കാൻ അവൾ ഇഷ്ടപ്പെടും. പ്രണയത്തിൽ ബ്രെയിനിൽ ഹോർമോൺ ഡോപാമിൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നിന്റെ മെസ്സേജ്, കോൾ, പ്രസൻസ്, അങ്ങനെ എവ്രിതിങ് അവൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. മൂന്നാമതായിട്ട് നിന്റെ വാലിഡേഷൻ ഇമ്പോർട്ടൻ്റ് ആകും. അതായത് നീ പറയുന്ന കോംപ്ലിമെന്റ്, ഒപ്പീനിയൻ അവൾക്ക് കൂടുതൽ മാറ്റർ ചെയ്യും. കാരണം ഇമോഷണലി ക്ലോസ് ആയ ആളുകളുടെ അഭിപ്രായം ബ്രെയിൻ കൂടുതൽ വാല്യൂ ചെയ്യും. നാലാമതായിട്ട് മിറർ ബിഹേവിയർ കാണിക്കും. അതായത് സൈക്കോളജിയിൽ ഇതിനെ മിററിംഗ് എന്ന് പറയും. നിന്റെ സംസാര ശൈലി, ഫേവർ തിങ്സ്, ഹാബിറ്റ്സ് സ്ലോവിലി അവൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അഞ്ചാമതായിട്ട് ഓക്സിറ്റോക്സിൻ ഹോർമോൺ കാരണം ട്രസ്റ്റ് കൂടും. ലവ് സമയത്ത് ഓക്സിറ്റോക്സിൻ ഹോർമോൺ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് അവൾ കൂടുതൽ നിന്നോട് ഓപ്പണായി സംസാരിക്കാനും പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും താല്പര്യം കാണിക്കും. ആറാമതായിട്ട് സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാകും. അതായത് നീ സഡൻലി ഡിസ്റ്റൻസ് കാണിച്ചാൽ അവൾക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്ക് വരാം. കാരണം അറ്റാച്ച്മെന്റ് സ്ട്രോങ് ആകുമ്പോൾ ബ്രെയിൻ അതിനെ ഇമോഷണലി റിയാക്ട് ചെയ്യും. ഏഴാമതായിട്ട് ഐ കോണ്ടാക്ട് കൂടുതലാകും. സൈക്കോളജി സ്റ്റഡി പ്രകാരം ഇഷ്ടമുള്ള ആളുകളെ നോക്കുമ്പോൾ ഐ കോണ്ടാക്ട് നാച്ചുറലി ഇൻക്രീസ് ചെയ്യും. അവർ എപ്പോഴും അറിയാതെ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഏഴാമതായിട്ട് ഫ്യൂച്ചർ തിങ്സ് തുടങ്ങും. അതായത് ഇമോഷണലി അറ്റാച്ച്ഡ് ആയ ആളുകളെ ബ്രെയിൻ സേഫ് പേഴ്സൺ ആയിട്ട് കാണും. അതുകൊണ്ട് ഫ്യൂച്ചർ സിറ്റുവേഷനിൽ നിന്നെ ഇമാജിൻ ചെയ്യും. അതായത് സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ സ്നേഹം പലപ്പോഴും വാക്കുകളിലൂടെയല്ല, ബിഹേവിയറിലൂടെയാണ്, അതായത് പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.